ക്രിസ്മസ് വെക്കേഷൻ ഏതായാലും ഒരു 8-9 ദിവസം ലീവുണ്ട്. എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലെന്ന് വിചാരിച്ചു. അന്നൊരു ബൈക്ക് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. കാരണം മോനൊരു വലിയ ആഗ്രഹം ബൈക്കിൽ ദൂരെ എവിടെയെങ്കിലും പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ മൈസൂർ ഫിക്സ് ചെയ്തു. ഏകദേശം വൺ സൈഡ് 140 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു ബൈക്കിൽ ഫാമിലി ട്രിപ്പ്, ഫാമിലി പോകണോ, അവർക്കൊരു പേടി. ഫ്രണ്ട്സ് പറഞ്ഞു ഫാമിലിയായിട്ട് ബൈക്കിൽ പോകണോ, എന്തായാലും കുഴപ്പമില്ല ബൈക്കിലൊന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്തു. ബാഗൊക്കെ അങ്ങനെ ഏകദേശം സെറ്റായി. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം 10-20 കിലോ ബാഗിന് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ബാഗിൻ്റെ വെയിറ്റ് വൈഫ് പറക്കി നോക്കി. ബൈക്കിൻ്റെ ബേക്കിലൊരു പെട്ടിയുണ്ട്, ആ പെട്ടിയെ സപ്പോർട്ട് ചെയ്ത് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ബാഗ് അങ്ങനെ പാക്ക് ചെയ്തത്. എന്തായാലും നമ്മൾ നോക്കന്നെ. വണ്ടീൻ്റെ ടയറൊക്കെ ഞാൻ മാറ്റിയിരുന്നു. MRFൻ്റെ പുതിയ ടയർ മേടിച്ചിട്ടു. കാരണം ഉണ്ടായിരുന്ന ടയർ ഏകദേശം തീർന്നിരുന്നു. അങ്ങനെ നമ്മൾ ട്രിപ്പ് തുടങ്ങാനുള്ള പരിപാടിയാണ്. ഓരോന്നോരോന്നായി നമ്മൾ വണ്ടിയിൽ ലോഡ് ചെയ്യാണ്. കുറച്ച് ഓവർലോഡാണ് സംഭവം. ഹിയർ പ്രോബ്ലംസ് ബിഗിൻസ്. കാരണം ബാഗിൻ്റെ വെയിറ്റ് പെട്ടിയിലോട്ടാണ് വന്നിരിക്കുന്നത്. ആ പെട്ടി ഞാൻ മഡ്ഗാർഡിലാണ് സപ്പോർട്ട് ചെയ്ത് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ മഡ്ഗാർഡ് എല്ലാം കൂടെ ടയറിനെ അങ്ങോട്ട് വന്നു. അപ്പോൾ ടയറിലോട്ട് ചെറുതായിട്ട് ഉരയാനുള്ള സാധ്യതയുണ്ട് എന്ന് അനിയൻ പറഞ്ഞു. പക്ഷേ എന്നാലും സമയം കളയാനില്ല. കാരണം റൂമൊക്കെ ബുക്ക് ചെയ്തേക്കാണ്, വേഗം പോകണം. ഓൾറെഡി 10 മണിയായി, ഞങ്ങൾ വിടുവാണ്. പക്ഷേ പണ്ടാണ്ട് പറഞ്ഞ പോലെ പട്ടി ചന്തയ്ക്ക് പോലെ പോയി അത് ടയറിൽ വീണ്ടും പറഞ്ഞു. ആകെ ഞങ്ങൾ ഒരു 1/2 കിലോമീറ്റർ പോയപ്പോഴേക്കും തിരിച്ചു വരേണ്ട വന്നു. ഇനി ഞങ്ങൾ പെട്ടി ഊരുവാണ്. അനിയത്തിയും അനിയനും എല്ലാവരും കൂടെ സ്പാൻഡറൊക്കെ എടുത്തുനിന്ന് പെട്ടി ഊരുവാണ്. കാരണം എനിക്കിത് വരണം. കാരണം ഞാൻ കണ്ണി കണ്ടതെല്ലാം വണ്ടിയിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് കയറ്റും. അപ്പം ഇത് അഴിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. കാരണം വർക്ക്ഷോപ്പിൽ നിന്ന് ഫിറ്റ് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ടൂൾസും നമ്മുടെ അടുത്തില്ല. എങ്കിലും നമ്മളത് അഴിച്ചു, ഏകദേശം സെറ്റായി. ഇനി നമ്മൾ വൈകുന്നില്ല, പോവാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പം എണ്ണ അടിച്ചുകൊണ്ട് യാത്ര ആരംഭിക്കാമെന്ന് വിചാരിച്ചു. കാരണം പലപ്പോഴും ഞാനും വണ്ടിയും എണ്ണ തീർന്ന് റൂട്ടിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ എണ്ണ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 700 രൂപയ്ക്ക് നമ്മൾ എണ്ണ അടിച്ചു. വൺ സൈഡ് ഒരു 10-600 രൂപേൻ്റെ എണ്ണ മതി ധാരാളം. പക്ഷേ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. 700 രൂപേൻ്റെ പെട്രോൾ അടിച്ചു. കുറേ കാലമായി വണ്ടിയിൽ കുറച്ചധികം എണ്ണ അടിച്ചത്. 100, 150, 50, 60, 70 ഇങ്ങനെയുള്ള എമൗണ്ടിലാണ് സാധാരണ എണ്ണ അടിക്കുന്നത്. അപ്പോൾ വണ്ടിക്ക് തന്നെ ഒരു സന്തോഷമായി. അങ്ങനെ ബത്തേരി എത്തി. നല്ല ട്രാഫിക് ഉണ്ട്. വീഡിയോഗ്രാഫർ ചിഞ്ചുവാണ്. ചിഞ്ചു നൈസായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മെല്ലെ മുത്തങ്ങയിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ വന്ന ആദ്യത്തെ ഭീഷണി എന്ന് പറഞ്ഞാൽ ബാഗിൻ്റെ വെയിറ്റും ആ ബേക്കിൽ നിന്ന് പെട്ടിയൊക്കെയാണ്. അതൊക്കെ നമ്മൾ നൈസായിട്ട് ഒഴിവാക്കി. പക്ഷേ ഇനി വരാവുന്നൊരു ഭീഷണിയാണ് ആന. ആനേനെ നല്ല പേടിയാണ്. മാത്രമല്ല ബൈക്കിലും കൂടെയാണല്ലോ. മോൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, അവൻ്റെ അടുത്ത് എന്തൊരു ചെറിയ ടൂളുണ്ട് അത്രേ. അപ്പോൾ ആനേനെ കാണുന്ന വഴി അതിൻ്റെ വസ്ത്രത്തിലോട്ട് ചാടി കയറിയിട്ട് എന്തോ അടിക്കുമെന്നോ ചവിട്ടുമെന്നോ, അപ്പോൾ ആന തിരിഞ്ഞ് ഓടുമെന്നോ, അപ്പോൾ അവൻ അവിടെ നിന്ന് വേഗം ഇറങ്ങി ബൈക്കിൽ കയറാമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും നോക്കാം. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് അങ്ങനെ ഫോറസ്റ്റിലോട്ട് യാത്ര പോവുകയാണ്. പുറകിലും മുമ്പിലൊക്കെ വണ്ടിയുണ്ട്. അതൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് പോവുകയാണ്. മോൻ ഈസ് ഈഗർലി വെയിറ്റിംഗ് ഫോർ ആന. പക്ഷേ എന്താ പറയുക, ആന പോയിട്ട് ഒരു കാട്ടുകോഴി പോലും 2 സൈഡിലും റോഡിൻ്റെ ഇല്ലായിരുന്നു. ഞങ്ങളുടെ 3 പേരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ബൈക്കിൽ എവിടെയെങ്കിലും ദൂരെ പോകണം എന്നുള്ളത്. പക്ഷേ മോന് കുഞ്ഞിതായിരുന്ന സമയത്ത് അങ്ങനെ ബൈക്കുള്ള യാത്രകളൊക്കെ ഞങ്ങൾ പരമാവധി ഒഴിവാക്കി. ഏതായാലും ഇപ്രാവശ്യം ഞങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പോകണം. ഉള്ളത് പറഞ്ഞാൽ പല പ്രാവശ്യം ഈ ഫോറസ്റ്റിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാലും ബൈക്കിൽ ഫോറസ്റ്റിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഓരോ യാത്രയും പുതിയ പുതിയ അനുഭവങ്ങളായിട്ടേ തോന്നിയിട്ടുള്ളൂ. എൻ്റെ ബൈക്ക് ഏകദേശം 1,00,000 കിലോമീറ്റർ ആകാൻ പോകും. 8/9/2010 അപ്പോൾ എനിക്ക് ഈ ബൈക്ക് മേടിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ നടത്തിയ ഓരോ യാത്രയും എൻ്റെ മനസ്സിനെയും കുറിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ് ഈ ബൈക്ക്. ആ ബൈക്കിൽ മറ്റൊരു യാത്ര, അതും ഭാര്യയും മോനുമായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ യാത്രയും പുതുമയുള്ളതാണ്. ഓരോ യാത്രയും കുറേ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നല്ല ഗുണ്ടൽപേട്ടയിലോട്ട് പ്രവേശിക്കുകയാണ്. നല്ല റോഡ്, അടിപൊളി റോഡ്. എന്നാലും നമ്മൾ ആവറേജ് സ്പീഡിലേ പോകുന്നുള്ളൂ. ഈ മൈസൂരിൻ്റെ വശ്യതയിലോട്ട് നമ്മൾ അടുക്കുന്നതോറും നല്ല ചൂടുണ്ട്. റോഡിൽ നിന്ന് നമ്മളിങ്ങനെ പൊള്ളുന്ന ചൂട് നമ്മളിങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. മോനേതായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയാണ്. കാരണം നമ്മുടെ ആ പ്രദേശവും നമ്മുടെ ഒരു ഭൂമിയും വിട്ടിട്ട് മറ്റൊരു പ്രതലത്തിലോട്ട് വണ്ടി ഇങ്ങ് പാസ് ചെയ്തപ്പോൾ അത് കാണുന്ന ഓരോ കാഴ്ചയും വളരെ പുതുമകളാണ്. ഒരുപാട് സംശയങ്ങളും. അപ്പോൾ ടൈം ഫോർ എ റിഫ്രഷ്മെൻറ്റ്. അപ്പോൾ ഞങ്ങൾ സൂര്യകാന്തി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബൈക്ക് സൈഡിൽ ഒതുക്കി അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബൈക്ക് ഫുള്ളി ലോഡാണ് വണ്ടി. സംഭവം എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാൻ ഒരു നല്ല ഭംഗിയൊക്കെ കിട്ടും.
അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കിയുള്ള യാത്ര തുടരാം. ഫൈനലി നമ്മൾ രാജ റെസിഡൻസിലെത്തി. ഇവിടെയാണ് അവരുടെ പാർക്കിംഗ്. ഹോട്ടലിൻ്റെ ബേക്കിലൂടെ വരണം. അത്യാവശ്യം സേഫായിട്ടൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. പിന്നെ ടൗണിൽ നിന്ന് കുറച്ചങ്ങ് വിട്ടിട്ടാണ്. മാത്രമല്ല ഇവിടെ നിന്നൊരു 600 മീറ്റർ മാറി കഴിഞ്ഞാൽ സൂവിൻ്റെ ആ ഒരു സെൻറ്ററിലോട്ട് നമ്മൾ എത്തും ചെയ്യും. മൈസൂർ വരുന്ന എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് രാജ റെസിഡൻസി. കാരണം അത്യാവശ്യം വൃത്തിയുള്ള റൂമും അത്യാവശ്യം സൗകര്യമുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ റൂം നമ്പർ 204 ആണ്. അപ്പോൾ നമ്മൾ റൂമിൽ കയറി ബാഗൊക്കെ വെച്ച് വലിയ താമസമില്ലാണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് സൂവിലോട്ട് കയറാൻ പോകും. അങ്ങനെ ഞങ്ങൾ സൂവിലോട്ട് കയറുകയാണ്. അവൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അവൻ കുഞ്ഞിതായിരുന്നപ്പോഴും മറ്റാണ് അവനെ കൊണ്ട് ഇവിടെ വന്നത്. അന്ന് അവൻ എന്താണ് കാര്യങ്ങൾ കാണുന്നതെന്ന് പോലും അറിയാനുള്ള പ്രായമായിട്ടില്ല. ഇപ്പം അവനത് ഓടി നടന്ന് ആസ്വദിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല, മൈസൂർ എന്ന് പറഞ്ഞ സൂ അത് എത്ര കണ്ടു കഴിഞ്ഞാലും മടുക്കൂല എനിക്കിട്ടോ. കാരണം എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പുതിയൊരാൾ വന്ന് കാണുന്ന പോലെ ഞാൻ കണ്ടിട്ട് പോകും. 1892 ശ്രീ ചാമരാജേന്ദ്ര സൂ എന്ന് പറയുന്ന മൈസൂർ സൂ നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ളതും ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതുമായിട്ടുള്ളൊരു സൂ ആണ്. ഏകദേശം 150 പരം 200 സ്പീഷീസ് ഓഫ് ആനിമൽസ് ഉണ്ട്. ബേഡ്സും എന്താ പറയുക, നിരവധി ടൈപ്പ് ഓഫ് ആനിമൽസ്, ടൈഗേഴ്സ്, ലയൺസ്, എലഫൻസ്, വെറൈറ്റി ഓഫ് നേരത്തെ പറഞ്ഞ പോലെ ബേഡ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് സമ്മതിക്കണം. കാരണം ഒരുപാട് എംപ്ലോയീസൊക്കെ വളരെ കൃത്യമായിട്ട് എന്താണ് പറയുക, സൂ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ഇപ്പം നമ്മൾ പാത്ത് വേസിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിലൊരു കരിയില പോലും വീണ് കിടക്കുന്നുണ്ടാവില്ല. അത്രയും വൃത്തിയുള്ളൊരു സൂ. ഈ പ്ലാനറ്റ് ഓഫ് കിങ്ഡം ഓഫ് എയ്പ്സും നമ്മുടെ സീസറിൻ്റെ മൂവി, എയ്പ്സിൻ്റെ മൂവി, അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം മൂപ്പരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സീസറിനെ പോലുള്ള ഒരു മനുഷ്യക്കാരിങ്ങനെ കാണുന്നത്. അതേതായാലും മൂപ്പർക്ക് സാധിച്ചു. മൂപ്പരത് മതിമറന്ന് കണ്ടു നിൽക്കുകയാണ്. നമ്മള് മറ്റേ മുത്തങ്ങ ഫോറസ്റ്റ് കൂടെ പാലനെ കണ്ടോ? അപ്പൊ നമ്മൾ ഈ ആനനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു അല്ലേ? അപ്പൊ നമ്മുടെ ആഫ്രിക്കാനാണ് കാണും. വലിയാണ് കൊതി മാറി കണ്ടിട്ട്. എന്തായാലും നമ്മുടെ ചെക്കൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നത്. കാരണം ഈ എന്താണ് മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് കാണുക, പലതരത്തിലുള്ള സ്പീഷീസ്, വലിയ സംഭവമാണ്. പക്ഷേ അവന് കൂടുതൽ എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തു നിൽക്കുന്നത് ഈ ഐറ്റത്തെയാണ്. കാരണം ഈ കടുവയും പുലി ആനയൊക്കെ വയനാട്ടുകാർക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നാലും ഇപ്പോൾ കാണാൻ പറ്റുന്നൊരവസ്ഥ ആയതുകൊണ്ട് ഈ ജിറാഫിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാത്രമല്ല ഈ ജിറാഫ് എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഈ ഇവറ്റകളൊക്കെ അങ്ങ് ഒരു സൈഡിലോട്ടാണ് നിൽക്കല്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോന്തി വിറ്റുക, അതുകൊണ്ട് അടുത്ത് കാണാൻ പറ്റി. സൂമിൽ നല്ല നല്ല ഷോട്ടും എടുക്കാൻ പറ്റി. അടുത്തത് ഈ സൂവിനോട് ചേർന്ന് ഏകദേശം ഒരു 600 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഒരു മറൈൻ അക്വേറിയം ഉണ്ട്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു. അപ്പം അക്വേറിയമിലെന്നൊക്കെ വിചാരിച്ച് ടിക്കറ്റ് എടുക്കാൻ പോയപ്പം അതൊരു പാക്കേജായിട്ട് അവർ പറഞ്ഞു. അക്വേറിയം പിന്നെന്താണ് ഈ മിററിൻ്റെ ഒക്കെ എന്തൊക്കെ ഒരു ഷോയും, അതുപോലെ തന്നെ ഈ സ്നോ പാർക്ക്, ഇതെല്ലാം കൂടെ കൂടി കഴിഞ്ഞിട്ടൊരു പാക്കേജ് അവർ പറഞ്ഞു. അങ്ങനെ 3 പേർക്കും കൂടെ 1900 രൂപയും. അത് പ്രതീക്ഷിക്കാത്തൊരു ചിലവായിരുന്നത്, കാരണം അത്രയും എമൗണ്ട് പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്നിരുന്നാലും ഈ 1900 രൂപ കൊടുത്തതിനുള്ള മുതൽ ആ അക്വേറിയത്തിൽ തന്നെ ഉണ്ട്. കാണേണ്ട കാഴ്ച ഉണ്ടോ?
കാരണം നമ്മൾ ഈ സമുദ്രത്തിലും അല്ലെങ്കിൽ ഡിസ്കവറി ചാനലിലൊക്കെ മാത്രം കണ്ടുവരുന്ന പല സ്പീഷീസ് ഓഫ് ഫിഷസിനെ ഇവിടെ കാണാൻ പറ്റി, പല ഐറ്റംസ്. അത് എന്താ പറയുക, അതൊരു പുതിയ അനുഭവമായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലേ കൊടുക്കുന്ന പൈസക്കുള്ള മുതൽ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിനുള്ള മെയിൻ ഒരു സംഭവമാണിത്. എന്താ പറയുക, ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു അക്വേറിയാണ്. ഈ അക്വേറിയത്തിൽ അവർ സൂക്ഷിച്ചിരിക്കുന്നത് അധികം മൂവ് ചെയ്യാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് പറയുക, അത്യാവശ്യം സ്റ്റേബിളായിട്ട് നിൽക്കുന്ന കുറച്ച് ഫിഷസ്, അധികം മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത കുറച്ച് ടൈപ്പ് ഓഫ് ഫിഷസ്. അങ്ങനെ പറയാൻ എനിക്കറിയത്തുള്ളൂ, കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ ഇതിൻ്റെ ആധികാരികമായിട്ട് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് സ്റ്റില്ലായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ശരിക്കും വിചാരിക്കും ഇത് ശരിക്കും ഉള്ളതാണോ, ആർട്ടിഫിഷ്യലായിട്ട് അവർ മേക്ക് ചെയ്തേക്കണോ. അല്ല കേട്ടോ, ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും പേര് പോലും അറിയത്തില്ല. അറിയാവുന്നവർക്കൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഉള്ളത് പറയുകയാണെങ്കിൽ കണ്ടാലും തീരാത്തത്ര കളക്ഷനുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം വിവരമുള്ള ആളാണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഓരോന്നിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റുന്ന അത്ര കാറ്റഗറി ഓഫ് ഫിഷസ് ഇതിൻ്റെ ഉള്ളിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ്റെനൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ സൂവിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത്രയും വൃത്തിയായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിനെന്തായാലും സമ്മതിച്ചിട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ട മറൈൻ അക്വേറിയത്തിൽ നിന്ന് ഒരു 600 മീറ്റർ നമ്മളങ്ങോട്ട് മാറുവാണെങ്കിൽ നമുക്ക് സ്നോ സിറ്റിയിലോട്ട് എത്താം. സെയിം ടിക്കറ്റ് തന്നെ ഉപയോഗിച്ചാൽ മതി. കാരണം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇതൊരു പാക്കേജാണ്. മോനേക്കാളും ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം ഡിസംബറിലെ മഞ്ഞ് മാത്രം കണ്ടിട്ടുള്ള എനിക്ക് ഈ സ്നോ സിറ്റി എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംവിധാനങ്ങൾ എന്നറിയാൻ വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക്, ഒരു 10 മിനിറ്റ് സമയം കിട്ടിയപ്പോൾ മൂപ്പര് അവിടെയുള്ള ഒരു പിള്ളേരുടെ കളിക്കുന്ന സ്ഥലത്ത് പോയി. പക്ഷേ ആശ്ചര്യം എന്ന് പറയട്ടെ, അതിനൊക്കെ അഡീഷണൽ ബില്ലാണ്. അതും അത്യാവശ്യം നല്ല ബില്ല്. എന്നാലും കുഴപ്പമില്ല, കുറച്ച് തൊള്ളട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ. അപ്പം ഇന്നത്തെ ഏറ്റവും നമ്മൾ എക്സൈറ്റ്മെൻറ്റോട് കൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു കാഴ്ച, അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു കാര്യമായിരുന്നു ഈ സ്നോ പാർക്ക് അല്ലെങ്കിൽ സ്നോ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് മുമ്പ് ബൂട്ടും ജാക്കറ്റും ഇതൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇത് അഴിച്ചു കളഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വാതിലൊന്നും കയറാൻ പറ്റുമല്ലോ എന്നുള്ള പേടിച്ചിട്ട് ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാൻ പോലും ഇല്ല. ഞങ്ങളെ പുഴുങ്ങിയെടുത്തതിന് സമാനമായി. എന്നാലും കുഴപ്പമില്ല, മഞ്ഞ് കയറുമ്പോൾ തണുക്കൂലോ എന്ന് വിചാരിച്ച് സമാധാനത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം, വെല്ലു മുഴങ്ങി ഞങ്ങൾ അകത്തോട്ട് കയറി. സത്യം പറഞ്ഞാൽ അകത്തോട്ട് കയറിയപ്പോൾ വളരെ നിരാശയായിരുന്നു. ഈ ഡാൻസ് കളിക്കുന്നതൊന്നും നോക്കണ്ട, നിരാശയുടെ ഡാൻസാണത്. കാരണം വിചാരിച്ച പോലെയല്ല, കളറ് പോലും വിചാരിച്ച പോലെയല്ല. ഇതൊക്കെ ഐസ് തന്നെയാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും അല്ലായിരിക്കും. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എന്താണ് പറയുക, റീക്രിയേറ്റഡ് സാധനങ്ങളാണല്ലോ. എന്നിരുന്നാലും നമ്മൾ വിചാരിച്ച എക്സ്പെക്റ്റേഷനേക്കാൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഒരുപാട് താഴെപ്പോയി. കാര്യമായിട്ട് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇതിൽ കൂടെ കുറച്ച് നേരം നടക്കാം ഈ തണുപ്പും കൊണ്ട്. വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഒരു ചെറിയ സ്ലൈഡ് ചെയ്ത് പോകുന്ന സാധനമുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറഞ്ഞാൽ അത് നീങ്ങുള്ളൂ. അപ്പം തികച്ചും നിരാശാജനകമായിട്ടുള്ള കാഴ്ചകൾ. സത്യം പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതിനുള്ളിലോട്ട് കയറുന്നതിന് മുമ്പേ അവിടെ ഒരാൾ ഒച്ചപ്പാട് ഉണ്ടാക്കി വരുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയ ടിക്കറ്റും മേടിച്ചിട്ട് നിങ്ങൾ എന്താ ഇതിനുള്ളിൽ കാണിച്ചു വെച്ചേക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിരുന്നാലും ഒരു പുതിയ എക്സ്പീരിയൻസ്. അത് നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ ഊതി പുകയൊക്കെ വിട്ട് നമ്മൾ അങ്ങനെയെങ്കിലും ആ കാശ് മുതലാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അതിൽ കൂടെ ഒന്ന് കയറി. മലയാളികളുടെ പൊതു സ്വഭാവമാണ് കുറ്റം പറച്ചില്ലെന്ന് വിചാരിക്കരുത്. കാരണം ഇത്രയും കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ അതിമനോഹരം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് കുറച്ച് ഷോക്കായിപ്പോയി. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ പൈസ കൊടുത്ത് കയറി സ്ഥിതിക്ക് നമ്മളതൊക്കെ അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്ത് തണുപ്പ് ഓടി
ചെറിയ ചുമയിലോട്ടൊക്കെ അത് കടക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ നമ്മൾ മോനെയും കൊണ്ട് പുറത്തിറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ ദിവസം, മൈസൂർ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസം. ഇനി നാളെ. താങ്ക് യു.